നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇല്ല, റയൽ മാഡ്രിഡിൽ സൈൻ ചെയ്യില്ല, അങ്ങനെ ഒരു പോസിബിലിറ്റിയേ ഇല്ല, അതിനൊരു സാധ്യതയുമില്ല. പറയുന്നത് ലാമിൻ യമാലാണ്. മുണ്ടോ ഡിപ്പോർട്ടീവോക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു, റയൽ മാഡ്രിഡിലേക്ക് ഒരു ദിവസം ഒരു കാലത്ത് അത് റയൽ മാഡ്രിഡിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ, റയൽ മാഡ്രിഡ് മൂവ് വൺ ഡേ. അദ്ദേഹത്തിന് മറുപടി, നോ വേ, നോ ചാൻസ്, ഇമ്പോസിബിൾ. ഇല്ല, അങ്ങനെ ഒരു സാധ്യതയില്ല, അത് അസാധ്യമായ കാര്യമാണ്. റയൽ മാഡ്രിഡ് നോ, ഒരിക്കലും റയൽ മാഡ്രിഡിലേക്കില്ല എന്ന് തന്നെ ലാമിൻ യമാൽ ഇപ്പോൾ തറപ്പിച്ചങ്ങ് പറയുകയാണ്. ഏതായാലും ലാമിൻ യമാൽ കുറേ കാര്യങ്ങൾ അതിൽ സംസാരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹത്തോട് ചോദിച്ച ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ പെർഫെക്റ്റ് പ്ലെയർ എങ്ങനെയായിരിക്കും. അതിന് അദ്ദേഹം പറഞ്ഞത്, സ്പീഡ്, റാഫിഞ്ഞയുടെ സ്പീഡ് വേണം, സ്കില്ല്, സാവിഞ്ഞോയുടെ സ്കില്ല് വേണം, സ്ട്രെങ്ത്, കാണ്ടയുടെ സ്ട്രെങ്ത് വേണം, ഷോട്ട്, ലെവൻഡോസ്കിയുടെ ഷൂട്ടിംഗ് പവർ വേണം, ഐക്യു പെഡ്രിയുടേത് വേണം, പാസിംഗ് കപ്പാസിറ്റി തൻ്റേത് തന്നെ വേണം, ലാമിൻ്റേത് തന്നെ വേണം, മെന്റാലിറ്റി ഫെറാൻ്റേത് വേണം, സ്റ്റാമിന പെഡ്രിയുടേത് വേണം, ലീഡർഷിപ്പ് ക്വാളിറ്റി റാഫിഞ്ഞയുടേത് വേണം എന്നുകൂടി ഇപ്പോൾ കൃത്യമായിട്ട് പറയുന്നു ലാമിൻ യമാൽ. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, തനിക്ക് ഏറ്റവും അധികം സഹായകരമാകുന്ന ഒരു സഹതാരം അത് മറ്റാരുമല്ല, തീർച്ചയായിട്ടും റാഫിഞ്ഞ തന്നെയാണ്. റാഫിഞ്ഞയെ ഞാൻ വെറ്ററൻ എന്നാണ് വിളിക്കുക. കാരണം ടീമിലുള്ള മറ്റ് സഹതാരങ്ങളൊക്കെ ഒന്നുകിൽ എൻ്റെ ഏജ് അല്ലെങ്കിൽ എന്നേക്കാൾ 1-2 വയസ്സൊക്കെ കൂടുതലുള്ളവരാണ്. എന്നാൽ റാഫിഞ്ഞ അങ്ങനെയല്ല. റാഫിഞ്ഞ ഓരോ കളിക്ക് മുമ്പും എന്നോട് സംസാരിക്കും, ഒരുപാട് ഉപദേശങ്ങളൊക്കെ തരും. ഹി ഈസ് ദി വൺ ഐ ഹാവ് ദി ബെസ്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് എന്ന് കൃത്യമായിട്ട് ലാമിൻ യമാൽ പറയുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.